പ്രവാചകന്മാരുടെ പാദസ്പർശനങ്ങളാൽ അനുഗ്രഹീതമായ ഇസ്ലാമിക ലോകത്തെ വിശുദ്ധ ഗേഹം പുണ്യം തേടി യാത്ര ചെയ്യുന്നതിന് ഇസ്ലാം അനുവദിക്കുന്ന 3 ഗേഹങ്ങളിൽ മൂന്നാമത്തേത്. പുണ്യപ്രവാചകന്മാർ അന്തിയുറങ്ങുന്നതും ഐതിഹാസികമായ മഹാചരിത്രങ്ങളുടെ സംഗമ കേന്ദ്രവുമായ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങൾക്ക് ഇടം പിടിച്ച ഭൂമി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മകനായ ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി അലൈഹിസ്സലാം മുതൽ ബനു ഇസ്രായേൽ പ്രവാചകന്മാരുടെ സാന്നിധ്യം തൊട്ടറിഞ്ഞ വിശുദ്ധ ഗേഹം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാത്ഭുതങ്ങളിൽ ഒന്നായ ഇസ്റാ മിഅ്റാജ് ചരിത്രത്തിലൂടെ വിശുദ്ധമായ ഖുർആൻ പരാമർശിച്ച അല്ലദീ ബാറക്നാ ഹൗല, പരിശുദ്ധമാക്കപ്പെട്ട മണ്ണ്, ജൂതപട്ടാളത്തിന്റെ മിസൈൽ മുനകൾക്കടിയിൽപ്പെട്ട് കേഴുന്ന പലസ്തീനിന്റെ മണ്ണ്, മുമ്പ് കുരിശു പട്ടാളം ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്തി പുണ്യഭൂമിയുടെ വിശുദ്ധി കളങ്കപ്പെടുത്തിയപ്പോ പടച്ചറബ് പരിശുദ്ധപ്പെടുത്തിയ ഖുദ്സിന്റെ മണ്ണ് അള്ളാഹു പടനായകൻ, ഖുദ്സിന്റെ പടനായകൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ ഹിജ്റ 583 റജബ് 27 അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണവും ആകാശരോഹണവും നടത്തിയ അതേ ദിവസം ഖുദ്സിനെ മോചിപ്പിച്ചു. ദീർഘകാലത്തിന് ശേഷം തൗഹീദിന്റെ മന്ത്രങ്ങൾ